ഹലോ എവരി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ആൻസേഴ്സ് ഒക്കെ നോക്കാം, ക്വസ്റ്റ്യൻ പേപ്പറും കാണാം. അതിനു മുൻപ് മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഏപ്രിൽ 1 മുതൽ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആവുകയാണ്. ഏപ്രിൽ 1-നാണ് സ്റ്റാർട്ട് ആവുന്നത്. ഒത്തിരി ക്ലാസ്സുകൾ ഈ വെക്കേഷന് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഈ സബ്ജക്ട്സ് ഇപ്പോഴും വായിക്കുവാനും കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ട് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഈ സബ്ജക്റ്റിൻ്റെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ബേസിക് ക്ലാസ് ആണ്. കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും ഒക്കെ പഠിപ്പിക്കും. അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്, കുട്ടികൾക്കായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഒരുക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്, എക്സാം സ്വന്തമായിട്ട് എഴുതാൻ, സ്വന്തമായിട്ട് സെന്റൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ അറിഞ്ഞിരിക്കണം. അതിനായിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. മാത്സ് ബേസിക്, ഇപ്പോഴും കുട്ടികൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊന്നും അറിയാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കായിട്ട് മാത്സ് ബേസിക് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി ക്ലാസ്സുകൾ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നെക്സ്റ്റ് ജൂൺ 1 മുതൽ ഇപ്പോഴുള്ളതുപോലെ തന്നെ STD 1 മുതൽ STD 5 വരെയുള്ള ട്യൂഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഓർമ്മയിൽ വെക്കാം. എല്ലാ ക്ലാസ്സുകളും സൂമിൽ ലൈവായിട്ടാണ് വരുന്നത്. നിങ്ങൾ ഏതെങ്കിലും ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ പേടിക്കേണ്ട, അന്നത്തെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അയച്ചു തരുന്നതാണ്. ഓക്കെ, ഇന്നത്തെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു എന്നറിയാവോ? നിറം കൊടുക്കുക. നിറം കൊടുക്കാൻ മാത്രമായിരുന്നു ആദ്യത്തെ പ്രവർത്തനം. അപ്പോൾ ഇവിടെ ഒരു മുത്തശ്ശിയുണ്ട്, ഒരു പാടമാണ്. പാടത്തിൻ്റെ കരയിൽ വീടുകളും മലയും എല്ലാം കാണുന്നുണ്ട്. ഇതിന് നല്ല മനോഹരമായി നിറം കൊടുക്കുക എന്നതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ട്. രണ്ടുപേരും നെയ്യപ്പം ഉണ്ടാക്കുവാണ്. നെയ്യപ്പം. അപ്പോൾ നെയ്യപ്പത്തെ കുറിച്ചുള്ള ചെറിയൊരു കഥ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ കഥയുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരം എഴുതുക. മുത്തശ്ശി നെയ്യപ്പം ചുട്ടു, മുത്തശ്ശനും ഒപ്പം കൂടി 9 നെയ്യപ്പം. എത്ര നെയ്യപ്പം ചുട്ടു? 9 നെയ്യപ്പം. നെയ്യപ്പം വീതം വെച്ചു, 1 ബാക്കിയായി. നെയ്യപ്പം വീതം വെച്ചപ്പോൾ 1 ബാക്കിയായി. രണ്ടുപേരും തമ്മിൽ തർക്കമായി. നമുക്ക് മിണ്ടാതിരിക്കാം, ആദ്യം മിണ്ടുന്ന ആൾ തോൽക്കും, മുത്തശ്ശി പറഞ്ഞു. ജയിക്കുന്ന ആൾക്ക് 5 നെയ്യപ്പം, 5 അപ്പം. മുത്തശ്ശൻ സമ്മതിച്ചു. പാൽക്കാരനും മീൻകാരനും വന്ന് വിളിച്ചു, അവർ മിണ്ടിയില്ല. ഇപ്പൊ കഥ മനസ്സിലായല്ലോ. മുത്തശ്ശനും മുത്തശ്ശി നെയ്യപ്പം ചുട്ടു, 9 നെയ്യപ്പം ഉണ്ട്. അപ്പോൾ നെയ്യപ്പം ചുട്ടപ്പോൾ, നെയ്യപ്പം വീതം വെച്ചപ്പോൾ 4 വെച്ചെടുത്തപ്പോൾ 8 ആയി. ഇനി 1 ബാക്കി വന്നു. 9 നെയ്യപ്പം ഇല്ലേ? അപ്പോൾ അവർ തമ്മിൽ തർക്കമായി. അവർ ഒരു മത്സരം വെച്ചു. ആദ്യം ആരാണോ സംസാരിക്കുന്നത് അവർ ഈ ഗെയിമിൽ തോൽക്കും. അപ്പോൾ ജയിക്കുന്ന ആൾക്ക് 5 എണ്ണം, മറ്റേ ആൾക്ക് 4 എണ്ണം. അങ്ങനെ മുത്തശ്ശൻ സമ്മതിച്ചു. പാൽക്കാരൻ വന്ന് വിളിച്ചു, മിണ്ടിയില്ല. മീൻകാരൻ വന്ന് വിളിച്ചു, മിണ്ടിയില്ല. അപ്പോൾ അങ്ങനെ അവർ ഇരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ. ആരൊക്കെയാണ് നെയ്യപ്പം ചുട്ടത്? ആരൊക്കെയാണ് നെയ്യപ്പം ചുട്ടത്? മുത്തശ്ശനും മുത്തശ്ശിയും ആണ് ഇവിടെ എഴുതാനുള്ളത്. മുത്തശ്ശനും മുത്തശ്ശിയും, മുത്തശ്ശനും മുത്തശ്ശിയും. എല്ലാവരും എഴുതിയായിരുന്നോ? മുത്തശ്ശനും മുത്തശ്ശിയും. ഓക്കെ, എല്ലാവരും എഴുതിയില്ലേ? എഴുതി. രണ്ടാമത്തെ ചോദ്യം, മുത്തശ്ശനും മുത്തശ്ശിയും എത്ര നെയ്യപ്പമാണ് ചുട്ടത്? 9. എത്ര നെയ്യപ്പം ചുട്ടു? 9 നെയ്യപ്പം ചുട്ടു. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്, രണ്ടുപേർക്കും വീതിച്ചപ്പോൾ എത്ര എണ്ണം ബാക്കി വന്നു? രണ്ടുപേർക്കും വീതിച്ചപ്പോൾ എത്ര എണ്ണം ബാക്കി വന്നു? 1. നമുക്കിവിടെ 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയാലും ശരിയാണ്, ഇങ്ങനെ എഴുതിയാലും ശരിയാണ് കേട്ടോ. 1. മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ആരൊക്കെയാണ് വന്നത്? പാൽക്കാരൻ വന്നു. ആരൊക്കെ വന്നു? പാൽക്കാരൻ വന്നു, മീൻകാരൻ വന്നു. പാൽക്കാരൻ വന്നു, മീൻകാരൻ വന്നു. തർക്കം തീർക്കാൻ മുത്തശ്ശി പറഞ്ഞത് എന്താണ്? ആദ്യം മിണ്ടുന്ന ആൾ തോൽക്കും. ആദ്യം നമുക്ക് നൽകിയിട്ടുണ്ട്, ഈ കഥയിൽ തന്നെ നൽകിയിട്ടുണ്ട്. അത് കണ്ടെഴുതിയാൽ മാത്രം മതി. ആദ്യം മിണ്ടുന്ന ആൾ തോൽക്കും. ജയിക്കുന്ന ആൾക്ക് എത്ര അപ്പം? 5 അപ്പം. ഓക്കെ, ഇങ്ങനെയായിരുന്നു മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഈ കഥയിൽ തന്നെയുണ്ട്. കഥയിൽ നിന്ന് കണ്ടെഴുതിയാൽ മാത്രം എഴുതി മതി. നമുക്ക് മിണ്ടാതിരിക്കാം, ആദ്യം മിണ്ടുന്ന ആൾ തോൽക്കും. ഇതാണ് മുത്തശ്ശി പറഞ്ഞത്.
അപ്പൊ ഇത്രയും 5 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 5 ചോദ്യങ്ങൾക്ക് ഈ കഥയിൽ നിന്നും ഉത്തരം എടുത്തെഴുതുക എന്നതായിരുന്നു രണ്ടാമത്തെ പ്രവർത്തനം. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, ഹായ് നെയ്യപ്പം. വീട്ടിലേക്ക് കൊണ്ടുപോയ നെയ്യപ്പം എത്രയെന്ന് കണ്ടെത്തൂ. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. മത്തായി, കേശു, അബു, ഇവർ 3 പേർക്കും കിട്ടിയ നെയ്യപ്പമാണ്. മത്തായിക്ക് 15 നെയ്യപ്പം കിട്ടി. അതിൽ 7 തിന്നു. ബാക്കി എത്ര വീട്ടിൽ കൊണ്ടുപോയി? അപ്പൊ ടീച്ചർ പറഞ്ഞു, ഇന്നലെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സിമ്പലാണ് അവിടെ നഷ്ടമായാൽ മൈനസ് എന്ന് ടീച്ചർ ഇന്നലെ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? യെസ്. അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതണം? ക്രിയ എഴുതണമെന്ന് ടീച്ചർ പറഞ്ഞു. 15 മൈനസ് 15 മൈനസ് 7 ഈക്വൽ ടു എത്രയാണ്? 7 കഴിഞ്ഞ അടുത്ത നമ്പർ മുതൽ 15 വരെ കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. 8, 9, 10, 11, 12, 13, 14, 15. എത്ര എണ്ണം ഉണ്ട്? 8 ബാക്കി വന്നു. കേശു 20 നെയ്യപ്പം കിട്ടി. കേശുവിന് 20 നെയ്യപ്പം കിട്ടി. 10 നെയ്യപ്പം കഴിച്ചു. എത്ര ബാക്കിയുണ്ട്? 10. അബു 15 നെയ്യപ്പം കിട്ടി. അതിൽ എത്ര നെയ്യപ്പം കഴിച്ചു? 5 നെയ്യപ്പം കഴിച്ചു. ബാക്കി എത്രയുണ്ട്? 10. ഓക്കെ, ഇവിടെ 2 പേർക്ക് ഒരേപോലെ കിട്ടി. ആർക്കൊക്കെയാണ് തുല്യ എണ്ണത്തിൽ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്? കേശുവും അബുവും. ഏറ്റവും കൂടുതൽ ഇതിൽ ആർക്കാ നെയ്യപ്പം കിട്ടിയിരുന്നേ? കേശുവിനാണ് 20 നെയ്യപ്പം. കൂടുതൽ നെയ്യപ്പം കിട്ടിയത് കേശുവിനാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾ താഴെയുണ്ട്, അതിന് ഉത്തരം കൊടുക്കണം. മത്തായിക്കും കേശുവിനും കൂടി കിട്ടിയ നെയ്യപ്പം, മത്തായിക്ക് 15, കേശുവിന് 20. 20ഉം 15ഉം എത്രയാണ്? മത്തായിക്ക് 20 കിട്ടി. 20. കേശുവിന് 15. അപ്പൊ 15 നമുക്ക് എങ്ങനെ എഴുതാം? 10ഉം 5ഉം. 20ഉം 10ഉം 30, 35. ഓക്കെ, മത്തായിക്കും കേശുവിനും കൂടി കിട്ടിയ നെയ്യപ്പം 35. അടുത്ത എന്താണ്? ആർക്കാണ് ഏറ്റവും കൂടുതൽ നെയ്യപ്പം കിട്ടിയത്? ആർക്ക് ഏറ്റവും കൂടുതൽ നെയ്യപ്പം കിട്ടിയത്? കേശു. അപ്പൊ ഇവിടെ എന്താണ് എഴുതേണ്ടത്? ഉത്തരം കേശു. കേശു ആണ് ഉത്തരം. ആർക്കാണ് ഏറ്റവും കൂടുതൽ നെയ്യപ്പം കിട്ടിയത്? കേശു. 20 നെയ്യപ്പം കിട്ടി. അപ്പൊ മൂന്നാമത്തെ പ്രവർത്തനവും മനസ്സിലായല്ലോ. ഇനി നാലാമത്തെ പ്രവർത്തനം, നന്നായി വളരാൻ നല്ല ആരോഗ്യത്തിന് നാം കഴിക്കേണ്ട ആഹാര സാധനങ്ങൾ വരയ്ക്കൂ. ഏതൊക്കെയാണ് നല്ല ആരോഗ്യത്തിന് കഴിക്കേണ്ടത്? പാൽ കഴിക്കാം, ഫ്രൂട്ട്സ് ഫലങ്ങൾ പഴങ്ങൾ കഴിക്കാം, പച്ചക്കറികൾ കഴിക്കാം. ഇനിയുമുണ്ട്. ഇനി ഏതൊക്കെയാണ്? ഗോതമ്പ്, അരി, അത് കഴിക്കാം. മീൻ, മുട്ട, ഇറച്ചി, ഇവ കഴിക്കാം. അപ്പൊ എല്ലാവരും ഇതിന് ആൻസർ എഴുതിയല്ലോ. ഇനി അതിലുള്ള അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തതിനെ വട്ടത്തിലാക്കൂ. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഇതാണ് കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ, ബർഗർ. ബാക്കിയെല്ലാം നമുക്ക് കഴിക്കാവുന്ന ആഹാരങ്ങളാണ്. എല്ലാവരും എഴുതിയില്ലേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 5, ഡയറി. അപ്പോൾ നമ്മളൊരു കഥ വായിച്ചു വരുമായിരുന്നു. ആ കഥയുടെ ബാക്കിയാണ് കേട്ടോ. ഞാൻ മുത്തശ്ശന്റെ വീടിനടുത്തെത്തി. വീടിന് മുന്നിൽ ഒരുപാട് ആളുകൾ. മുത്തശ്ശിയെ ജീപ്പിലേക്ക് കയറ്റുന്നത് കണ്ടു. മുത്തശ്ശനെ കയറ്റുമ്പോൾ കാല് ജീപ്പിൽ തട്ടി. എന്റെ കാലേ എന്ന് പറഞ്ഞു മുത്തശ്ശൻ കരഞ്ഞു. ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഓടിപ്പോയി. എനിക്കൊന്നും മനസ്സിലായില്ല. കഥ എന്താ? ആരാദ്യം മിണ്ടോ അവര് തോൽക്കും. അപ്പൊ രണ്ടുപേരെയും ജീപ്പിൽ കയറ്റുവാണ്. ജീപ്പിൽ കയറ്റിയപ്പോ കാലിൽ തിരക്കാൻ രണ്ടും മിണ്ടാണ്ടിരുന്നപ്പോ എവിടെ കൊണ്ടുപോകണം കേട്ടോ. ഹോസ്പിറ്റലിലായിരിക്കാം, കൊണ്ടുപോവാണ്. കൊണ്ടുപോകുന്ന വഴിക്ക് എന്താ, ജീപ്പിൽ കയറ്റിയപ്പോ മുത്തശ്ശന്റെ കാൽ എവിടെ തട്ടി? ജീപ്പിൽ തട്ടി. അപ്പോ മുത്തശ്ശൻ എന്ത് പറഞ്ഞു? എന്റെ കാലേ. മുത്തശ്ശി ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഓടിപ്പോയി. അപ്പോ ഇത് അപ്പുവിന്റെ ഡയറിയാണ്. ഇനി ഇന്നലത്തെ കാര്യങ്ങൾ. ഇന്നലത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്തു? രാവിലെ എന്തൊക്കെ ചെയ്തു? ടീച്ചർ പറഞ്ഞിരുന്നു എൻ്റെ ഡയറി എന്ന് എഴുതുക. ഡേറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യുക? ഡേറ്റ് എഴുതുക. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, ചിത്രം വരയ്ക്കണം. അത് കഴിഞ്ഞ് ഒരു കാര്യം കൂടി പറഞ്ഞു, രാവിലത്തെ കാര്യം എഴുതണം, ഉച്ചത്തെ കാര്യം എഴുതണം, വൈകിട്ടത്തെ കാര്യം എഴുതണം, രാത്രിയുള്ള കാര്യം എഴുതണം. 4 നേരത്തെ കാര്യങ്ങളും ഡയറിയിൽ ഉൾപ്പെടുത്തണം. ചെറിയ ചെറിയ സെന്റൻസ് ആക്കി. അതും ടീച്ചർ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയല്ലോ? ഡയറിയൊക്കെ എഴുതിയല്ലോ? യെസ്. Okay children, bye bye. Thank you.